ശ്രീ കൃഷ്ണകുമാർ കേൾക്കാമോ? കേൾക്കാം. അല്ല, നേരത്തെയുള്ള 2 കേസുകളിലും അറസ്റ്റിലായില്ല എന്നുള്ളതായിരുന്നല്ലോ ആക്ഷേപം. വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. ഇപ്പോൾ കുടുങ്ങിയിരിക്കാൻ ഒടുവിൽ. അതെ, അതായത് രാഹുല് ഒരു ഇതുവരെ കേൾവിയില്ലാത്ത തരത്തിലുള്ള കഥകളാണ് പുറത്തു വരുന്നതല്ലോ. ഇത് സംബന്ധിച്ച് നേരത്തെ KPCC നേതൃത്വത്തിനും കോൺഗ്രസിന്റെ നേതാക്കൾക്കും എല്ലാം അറിയാം. ഇത്രയേറെ നിഷ്ഠൂരമായിട്ട് വളരെ ക്രൂരമായിട്ട് സ്ത്രീകളോട് പെരുമാറാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ്. ഇതിൽ പ്രധാന കുറ്റവാളി കോൺഗ്രസ് നേതൃത്വമാണ്. അവരെ നേരത്തെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ, രാഹുലിനെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഒരുപാട് യുവതികളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോ നേരത്തെ 2 കേസുകളിൽ ഞങ്ങൾ ആരോപിച്ചിരുന്നു, പോലീസിന്റെ അകത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ വ്യക്തമായല്ലോ. ഇതിൽ എന്തുകൊണ്ട് രാഹുൽ ഈ പരാതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘം വരുന്നതിനെ കുറിച്ചോ രാഹുലിന് ഇൻഫർമേഷൻ കിട്ടിയില്ല. നേരത്തെ 2 കേസുകളിലും രാഹുലിന് കൃത്യമായിട്ടുള്ള പോലീസിനകത്ത് നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലിന് പാലക്കാടിൽ നിന്നും ബാംഗ്ലൂരിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും എല്ലാം പോകാനുള്ള അവസരം ലഭിച്ചത്. പഴയൊരു നീലപ്പെട്ടി കേസും ഉണ്ട് കേട്ടോ. അതെ, ഇതേ KPM ഹോട്ടലിൽ വെച്ചിട്ടാണ് അന്ന് നീലപ്പെട്ടി സംബന്ധിച്ചിട്ടുള്ള വിവാദം ഉണ്ടായത്. അന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു, കൃത്യമായിട്ട് അവിടുന്ന് ഈ പെട്ടി വന്നതും അവിടുന്ന് ആ പെട്ടി മാറ്റപ്പെട്ടതും എല്ലാം സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പെട്ടിയുടെ പിന്നിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണം മാറരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകാതിരുന്നത്. ഞാൻ അന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചാൽ ഈ പെട്ടിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയും. പെട്ടി വന്ന കാറിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കും. ആ പെട്ടി അവിടുന്ന് റൂമിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിക്കും. പക്ഷെ കേരള പോലീസ് അന്ന് ഇതൊന്നും അന്വേഷിക്കാൻ തയ്യാറായില്ല. കാരണം അന്ന് ഇടതുപക്ഷത്തിനും ഇതിനെ സംബന്ധിച്ച് കാര്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ BJPയും UDF തമ്മിലായിരുന്നു മത്സരം. അതുകൊണ്ട് BJPക്ക് അനുകൂലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന്റെ ഈ താല്പര്യം. തീർച്ചയായും. എന്തായാലും രാഹുൽ ഇപ്പോൾ നമ്മുടെ ഒരു സംശയം, ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. ഇയാള് ഇത്രയധികം കേസുകളിൽ ഇത്ര വലിയ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പൊതുസമൂഹത്തിൽ ഇയാളെ വിലസാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഗൗരവമുള്ളതല്ലേ ശ്രീ കൃഷ്ണകുമാർ? തീർച്ചയായിട്ടും. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് രാഹുലിനെതിരായിട്ടുള്ള കേസുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നേരത്തെ തന്നെയുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല കുടുംബങ്ങളോടും രാഹുലിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് അവർക്ക് പരാതികളുണ്ടല്ലോ. പക്ഷെ കോൺഗ്രസ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ ആദ്യത്തെ യുവതി പരാതിയുമായി വന്ന സമയത്ത് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. കോൺഗ്രസിന്റെ സൈബർ ടീം ഈ പരാതിക്കാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ആക്രമണം, ആരെല്ലാം രാഹുലിനെതിരായിട്ട് തെളിവുകളുമായിട്ട് വരുന്നു അവരെ സൈബർ ടീം ആക്രമിക്കുന്ന രീതിയായിരുന്നു. മാധ്യമപ്രവർത്തകരെ പോലും വിടുന്നുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലും അറ്റാക്ക് ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോ 15ഓളം യുവതികളാണ് ഇത്തരത്തിൽ പരാതിക്കാരായിട്ടുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് അറിവുണ്ട്. ഓരോ പരാതികളായിട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇനിയും പരാതികൾ വരും, ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും കേരള പോലീസിന്. ശ്രീ കൃഷ്ണകുമാറാണ് പ്രതികരിച്ചത്. ശശിനാരായണൻ പത്തനംതിട്ടയിൽ. ശശിനാരായണൻ, ഇവിടെ ഇനിയിപ്പോൾ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണല്ലേ? ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം, അതിന് വൈദ്യ പരിശോധന പൂർത്തിയാക്കണം, അതൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണോ? രഞ്ജിത്ത്, തീർച്ചയായും ഇനി വൈദ്യപരിശോധനയാണ് അടുത്ത ഘട്ടം. അത് കഴിഞ്ഞ ശേഷം പിന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും, അതിനുശേഷം റിമാൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ പോവാം. എന്തായാലും പുലർച്ചയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ പോലീസ് കൊണ്ടുവന്നത്. അതീവ രഹസ്യമായാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടം വളരെ രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഇത്തരമുള്ള വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യം വളരെ ശ്രദ്ധാപൂർവമാണ് ഈ കേസിലേക്ക് പോലീസ് എത്തിയെന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്.
പരാതി ലഭിച്ചു. ഒരാഴ്ചക്കകം തന്നെ പരാതി ലഭിച്ചു. കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ ആ സമയം മുതൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം താഴെത്തട്ടിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈമാറാനോ മറ്റു കാര്യങ്ങൾ മറ്റുള്ള പോലീസുകാരിലേക്ക് മാറാതെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ കേസ് അന്വേഷിച്ചതെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം. രാഹുൽ പാലക്കാട് ഉള്ള സമയത്ത് തന്നെ ഒരാഴ്ചയായി പ്രത്യേക അന്വേഷണ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. രാഹുലിന്റെ നീക്കങ്ങൾ, ഫോൺ സന്ദേശങ്ങൾ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് രാഹുൽ മാങ്കൂട്ടം ഇത്തരം ഒരു വിവരം ലഭിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളൊക്കെ ഹാജരാക്കുന്നു. യുവതിയുടെ മൊഴി കൃത്യമായി പരിശോധിക്കും. ഇതെല്ലാം നടത്തിയ ശേഷമാണ് വളരെ രഹസ്യ സ്വഭാവത്തോടെ ഒരു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് എങ്ങും ഈ വിഷയം മറ്റൊരാൾക്ക് എത്താതെ ഈ പരാതിയുടെ വിവരങ്ങൾ ചോർന്നു പോകാതെ രഹസ്യ സ്വഭാവത്തോടു കൂടി അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് രാഹുലിനെ കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഈ കേസിലും ഒരുപക്ഷെ സംസ്ഥാനം വിട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. പാലക്കാട് രാഹുൽ ഉള്ള വിവരം പോലീസ് ലഭിച്ചിരുന്നു. അവിടെ ഒരാഴ്ചയായി പോലീസ് രാഹുലിന്റെ രഹസ്യ നീക്കം, രാഹുൽ എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി രാഹുലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഫോൺ സന്ദേശങ്ങൾ, അത്തരം കാര്യങ്ങൾ, സുഹൃത്തുക്കളുടെ ഫോൺ സന്ദേശങ്ങൾ, ടവർ ലൊക്കേഷനുകൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അത് വലിയ ഒരു കാര്യമായി. അല്ലെങ്കിൽ രാഹുൽ കൃത്യമായി ഈ പോലീസ് സേനയിൽ നിന്നും മറ്റുള്ള വിവരങ്ങൾ ലഭിക്കുന്ന രാഹുൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. അതെല്ലാം പഴുത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.